ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഷർട്ട് മേടിക്കാൻ പോയപ്പോൾ ഞാൻ 2-3 ലെഗിങ്സും കൂടി എടുത്തു. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂരത്തെ പ്രമുഖ കടയെ സീമാസിന്ന് എടുത്തതാണ് കേട്ടോ, ഈ ഷർട്ടും ഈ പാൻറ്റും, അതായത് ലെഗിങ്സും. അപ്പം ഞാൻ 3 കളർ ലെഗിങ്സ് എടുത്തു. ഒരെണ്ണത്തിന് 350 രൂപ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം 300 രൂപ. അതിൻ്റെ പകുതി 1+1 ആയിരുന്നു. 1+2 ആയിരുന്നു. അതായത് 3 എണ്ണം മേടിക്കുമ്പോൾ നമുക്ക് 300 രൂപയ്ക്ക്, ഒരെണ്ണത്തിന് അപ്പോൾ 100 രൂപ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ഞാൻ ഇതിന് മുമ്പ് ഇവരുടെ ഒരു ലെഗിങ്സ് എടുത്തപ്പോൾ വളരെ മോശമായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഞാൻ എടുത്ത് ബനിയൻ സ്റ്റഫ് ആണെങ്കിലും വളരെ ലോ ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന കാരണമാണ് തോന്നുന്നു അവർ നല്ല ക്വാളിറ്റിയിൽ സാധനം ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു റോയൽ ബ്ലൂ ഇതെടുത്തു കേട്ടോ, ലെഗിങ്സും ഗോൾഡൻ കളർ ലെഗിങ്സുമാണ് മേടിച്ചത്. പിന്നെ ഒരു മെറൂൺ കളർ ലെഗിങ്സ് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല വിശേഷം. ഇന്ന് എന്താ പറയുക, ജൂലൈ 15-ാം തീയതി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി കെട്ടി വേറെ എവിടേക്കും നല്ല പോകുന്നത്. ഇന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാൾ, അതായത് മിഥുന മാസത്തിലെ പുണർദം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കെട്ടി എഴുന്നള്ളി പോകുന്നത് വേറെ എവിടേക്കുമല്ല, അമ്പലത്തിലേക്കാണ്. അപ്പോൾ ചേട്ടന് രാവിലെ ഡ്യൂട്ടിയുള്ള കാരണം ചേട്ടന് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ചേട്ടൻ തലേ ദിവസം പായസമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പായസം മേടിക്കാൻ പോകാനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ വീടിൻ്റെ ബാക്കിൽ കൂടിയാണ് ഞാൻ പോകാറ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ചുറ്റി വളഞ്ഞ് പോകണം, ബാക്കിലാണെങ്കിൽ തൊട്ടടുത്താണ് അമ്പലം. അപ്പോൾ നേരെ കാണുന്നതാണ് അമ്പലം കേട്ടോ. അപ്പോൾ ഈ അടുത്ത് ഈ സൈഡിലൊക്കെ അവരുടെ ക്വാർട്ടേഴ്സാണ്, അതായത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ സൈഡിൽ കാണുന്നത് ഇവിടെ ഉള്ള നമ്പൂതിരിമാർക്കും പിന്നെ അവിടെ മാല കണ്ണ വാൽച്ചർക്കും താമസിക്കാനുള്ള ക്വാർട്ടേഴ്സാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതേ നേരെ ഇപ്പോൾ ചൊവ്വാഴ്ച കാരണം അധികം തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ബുധനാഴ്ചയാണെന്ന് മാത്രം കേട്ടോ. ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ്, എനിക്ക് നേരില്ലാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. ഇത് ശിവൻ്റെ ഒരു അമ്പലമാണ് കേട്ടോ. കുറേ കാലപ്പഴക്കം ചെന്നൊരു അമ്പലമാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം എന്ന് പറയാനൊന്നും പോലെ ഒരു 2-3 ആൾക്കാരൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ പതിവില്ലാണ്ട് അമ്പലത്തിൽ കാണുന്ന കാരണം തോന്നുന്നു എല്ലാവരും കാര്യമായിട്ടൊക്കെ നോക്കിയായിരുന്നു, ഇന്ന് എന്താണോ പതിവില്ലാണ്ട് അമ്പലത്തിൽ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പോകുന്ന ദിവസം തന്നെ എനിക്കിത് പായസം മേടിച്ചു. പിന്നെ തിരുമേനി എനിക്ക് ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, ധാരയുടെ പ്രസാദമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കർക്കിടകമായ കാരണം തോന്നുന്നു അമ്മ എവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ നിന്ന് കിട്ടിയ പുഷ്പാഞ്ജലി, അതിൻ്റെ കൂടെ ധാരയുടെ പ്രസാദം. അങ്ങനെ പറഞ്ഞാൽ ബർത്ത്ഡേ ബോയ് വന്നു. ബർത്ത്ഡേ ബോയ് അമ്പലത്തിൽ പോകാൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം പിടിച്ച് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് ബർത്ത്ഡേ ബോയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓഫീസിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കൊണ്ടുപോകാനില്ല, കാരണം ഉച്ചയ്ക്ക് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വണ്ടി എടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോയി കുറച്ച് നേരം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഉണ്ണാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഉണ്ണാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിഠായി വാല. അപ്പോൾ പായസം മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു പിറന്നാളിന് പായസം വെക്കുന്നതാണല്ലോ മെയിൻ. അപ്പോൾ മിഠായി വാലയിൽ ചെന്ന് പായസമൊക്കെ ഓർഡർ ചെയ്ത് 1 ലിറ്ററിൻ്റെ പായസമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അവിടെ കുറേ അധികം സ്പെഷ്യൽ സ്വീറ്റ്സ്, ലഡു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടോ. മൈസൂർ പാർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മുത്തച്ഛൻ വന്നിട്ട് എന്തൊക്കെയോ കണ്ണിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടന് ഞാനിന്ന് കുറച്ച് കമ്പനിയായ കാരണം ചേട്ടനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മുമ്പ് നിന്നിരുന്ന ചേട്ടനുമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനി ഞാനുണ്ട്. അപ്പോൾ പായസമൊക്കെ മേടിച്ച് കഴിഞ്ഞ് ആ ചേട്ടൻ നന്നായി പൊതിഞ്ഞു. കാരണം വണ്ടിമ പോണ കാരണം ചേട്ടൻ നന്നായി എന്താ പറയുക, മറ്റേ സെല്ലോ ടൈപ്പൊക്കെ ഇട്ട് പൊതിഞ്ഞ് എല്ലാം സെറ്റപ്പാക്കി തന്നെ. അത് കഴിഞ്ഞ് എനിക്ക് തോമസിൽ നിന്ന് പാല് മേടിക്കാനായിരുന്നു. 2 ദിവസം പോയിട്ടും എനിക്ക് പാല് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഞായറും തിങ്കളും പോയി ഞാൻ തിരിച്ച് മടങ്ങേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയായപ്പോൾ, കാരണം അവർ പറഞ്ഞു 1:30 ആകുമ്പോഴേക്കും പാല് തീരുന്നു. അത് കാരണം ഞാൻ വേഗം പോയി വീട്ടിലേക്ക് ഇറങ്ങണ സ്ഥിതിക്ക് കാരണം ഞാൻ വേഗം പോയി പാലൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അപ്പം ഞാൻ പാലൊക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ചു. അപ്പോൾ ഞാൻ എത്തിയത് ചേട്ടൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഓരോ ഗോഷ്ടി കാണിച്ചില്ല. അപ്പോൾ പിറന്നാൾ സദ്യയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം രാവിലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. അമ്മ കഷ്ണം നുറുക്കി കൊടുത്തു, അമ്മ അതെല്ലാം സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ ഇന്ന് ഞാനാണ് പോയത് കേട്ടോ. കാരണം ചേട്ടൻ പോയാൽ ശരിയാവില്ല എന്ന് പറയണത് കാരണം ഞാൻ തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവരുടെ സ്കൂളിൽ ജേഴ്സി ഡേ ആണ്, അതായത് ബുധനാഴ്ച. അപ്പോൾ ജേഴ്സി ഡേ ആയ കാരണം കുറച്ച് കുട്ടികളവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ജേഴ്സി ഡേ ആയ കാരണം അവർ ഡാൻസ് എന്തൊക്കെയോ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഫുട്ബോളിൻ്റെ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ ഓരോരോ സെക്ഷന് നിൽക്കാനുള്ള മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. മഴ പെയ്താൽ എല്ലാം പോവും, അത് വേറെ കേസ്. അപ്പോൾ ചോക്കോണ്ടോ എന്തോ കയറൊക്കെ കെട്ടി അവരവിടെ അതിർത്തി തിരിച്ചു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സ്കൂൾ ഗ്രൗണ്ട്. പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്കൂളിലധികം സ്ഥലമില്ലാന്ന് തോന്നും, പക്ഷേ ഉള്ളിൽ നല്ല അധികം സ്പീഷ്യസ് ആയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ നിൽക്കുന്ന റെഡ് ബനിയനാണ് എൻ്റെ മോള്.
അപ്പോൾ അതെ അവളുടെ ഇന്നത്തെ സ്പെഷ്യൽ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാഗ് കാര്യങ്ങളൊക്കെ തപ്പാൻ തോന്നുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞ് അതേ കുട്ടികളൊക്കെ ഏകദേശം ഇന്നിപ്പോൾ സ്പോർട്സിൻ്റെ അതായത് ഫുട്ബോളിൻ്റെ കളിക്കാരൻ എന്താ കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ കൂട്ടുകാരിനെയും കൂട്ടിയിട്ട് വരാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ അതേ സ്പോർട്സ് കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ കയറി. അപ്പോൾ അതേ എൻ്റെ പുത്രി പതുക്കെ പതുക്കെ ഓടി വരുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഈ പെട്ടെന്നൊന്നും കാണില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബാഗിന് നല്ല വെയിറ്റ് ഉള്ള കാരണം ബാഗ് ഉണ്ട്, പിന്നെ ക്യാരി ബാഗ് അനിയത്തിയുടെ കൊടുത്തയക്കുന്ന കാരണം സുഖമാണ്. ബാഗ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, അവളുടെ റെയിൻ കോട്ട് ഉണ്ട്, ഷൂസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി അവൾ എടുക്കണമല്ലോ. അപ്പോൾ അതെ എല്ലാം കഴിഞ്ഞതേ ഓടി വരുന്ന വരവാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് മോള് വരുന്നത്. കാരണം 4 മണിക്കൊരു കുറച്ച് സ്നാക്സ് കൊണ്ടുപോകുന്നത് കഴിക്കുന്നല്ലാണ്ട് വേറെ ഒന്നും അവൾ കഴിച്ച് സ്പോർട്സ് കഴിഞ്ഞ് ഒന്നും കഴിക്കരുതെന്നാണ് ടീച്ചർ പറഞ്ഞത്. അത് കഴിഞ്ഞ് സ്പെഷ്യലായിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയ കാരണം ഞങ്ങൾ ഒരു സ്പെഷ്യൽ കേക്കൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മാംഗോ ബേക്കേഴ്സിൽ വരണ വഴിക്ക് മാംഗോ ബേക്കേഴ്സിലൊന്ന് കയറി. മാംഗോ ബേക്കേഴ്സിൽ കയറിയ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഞങ്ങളിതേ പെട്ടെന്ന് ഓർമ്മ വന്ന കാരണം ഞാൻ വേഗം പറഞ്ഞു വീഡിയോ ഓൺ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേഗം വീഡിയോ ഓൺ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ഒരു കുഞ്ഞൊരു കേക്ക് ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഒരു കുട്ടി കേക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ ജയകുമാർ എന്ന് ആ ചേച്ചി എഴുതി തന്നു. കാരണം മുകളിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് മുകളിലേക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ ചേച്ചി താഴെ നല്ല രീതിയിൽ ചേച്ചി എഴുതി തന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു. അത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കുഞ്ഞേ ഒരു കേക്കാണ്. നമുക്ക് ഏത് തരത്തിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കേക്കുകൾക്ക് നമുക്ക് മാംഗോ ബേക്കേഴ്സിന് സമീപിച്ചാൽ മതി. നല്ല ക്വാളിറ്റിയും ഉണ്ട്, ക്വാണ്ടിറ്റിയും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പൈസ കുറവാണെന്ന് വിചാരിച്ചിട്ട് അവരൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കുഞ്ഞൊരു കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ചേട്ടന് ഇതൊന്നും അറിയില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളോട് ചെറിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ മോളിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന്. അപ്പോൾ ഞാൻ ചേട്ടൻ അറിയാണ്ട് വേഗം കൊണ്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനത്തെ ആഘോഷമൊന്നും വേണ്ടാന്ന്. പക്ഷേ മക്കൾ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞതേ ഞങ്ങൾ വീട്ടിലേക്ക് കേക്കൊക്കെ കൊണ്ട് പോകുന്നു. അതുപോലെ കുഞ്ഞ് കേക്കായിരുന്നു. ഞങ്ങൾ ഒരു 3 ആളല്ലേ 4 പേരാണുള്ളത്. അതിലിപ്പോൾ എനിക്ക് ഷുഗർ ടയറിന് എനിക്ക് കേക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ മക്കൾക്കും ചേട്ടനും മാത്രമേ വേണ്ടോ. ചേട്ടനും അങ്ങനെ അധികം കഴിക്കാറില്ല, മക്കൾക്ക് മാത്രമേ വേണ്ടോ. അപ്പോൾ ഞങ്ങളിതേ കുഞ്ഞൊരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചു. അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ചേട്ടൻ പുറത്ത് പോയിട്ട് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നൊക്കെ വിചാരിച്ചിട്ടോ. മക്കളിതേ ഗേറ്റിൻ്റെ അവിടെ പോയി അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട്. അച്ഛനെ വിളിച്ചത് തന്നെ പറഞ്ഞു ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചേട്ടൻ വരുന്ന സമയത്ത് ഓടി ഇങ്ങോട്ട് തിരിച്ച് കയറി. അപ്പോൾ ചേട്ടൻ അറിയില്ല കേക്ക് കട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ചേട്ടനെ വിളിച്ചു, ഇറങ്ങും വണ്ടിയിൽ നിന്ന് ഇറങ്ങും, കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതേ കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ അറിയാണ്ട്. അപ്പോൾ അതേ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കേക്കൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് കേട്ടോ. അങ്ങനത്തെ കേക്കൊക്കെ കൊണ്ടുവച്ച് അവിടെ വെച്ചു. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കണം കാരണം ചേട്ടനും മക്കളും അമ്മയും കൂടിയിട്ടാണ് ഇപ്രാവശ്യം കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. ഒറ്റ പ്രാവശ്യം അമ്മ കേക്ക് മുറിക്കാൻ വരാറില്ല. അപ്പോൾ ഇപ്രാവശ്യം അമ്മ കേക്ക് മുറിക്കാൻ വരാറില്ല എന്നല്ല, അമ്മ ക്യാമറയുടെ മുമ്പിൽ വരാറില്ല. അപ്പോൾ ഇപ്രാവശ്യം അമ്മയും ചേട്ടനും കൂടിയിട്ടാണ് കേക്ക് മുറിച്ചത്, കുട്ടികളും കൂടിയിട്ടാണ് കേക്ക് മുറിച്ചത്. അപ്പോൾ അതെ അമ്മ ചേട്ടനും മക്കളൊക്കെ കൂടി 3 ആളും കൂടിയിട്ടാണ്, 3 ആളല്ല 4 പേരും കൂടിയിട്ടാണ് ഇപ്രാവശ്യം കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തത് കേട്ടോ. അമ്മ സാധാരണ ക്യാമറയുടെ മുമ്പിലൊന്നും വരാത്തതാണ്, ഇപ്രാവശ്യം അമ്മ വന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. ഞാനാണ് വീഡിയോഗ്രാഫർ. അത് കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ പങ്കുകൊള്ളാൻ പറ്റിയില്ല. ചേട്ടനും അമ്മയും കൂടി മക്കളൊക്കെ കൂടിയിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അവൾ മുറിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ മുറിച്ചോ എന്ന് പറഞ്ഞ് അമ്മയും ചേട്ടനും മക്കളൊക്കെ കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കാണ് ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ പ്രിഫർ ചെയ്യാറ് വലിയ വലിയ ഹോട്ടലൊന്നും വേണ്ട, നമുക്ക് തട്ടുകടയിൽ പോകാം എന്നാണ്. തട്ടുകടയിലാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഫുഡും നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല ടേസ്റ്റും നമുക്ക് സാധനം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രി ഡയറ്റ് ആയ കാരണം ഞാൻ പറഞ്ഞു തട്ടുകട മതി. അപ്പം ഞാൻ എന്തേ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഇതേ റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ തട്ടുകടയിലേക്ക് പോവാണ്. നമ്മുടെ പറോട്ടാനി ഭാഗത്ത്, അതായത് കാളത്തോട് കഴിഞ്ഞ് മുസ്ലിം പള്ളിയുടെ ഭാഗത്തുള്ള ഫുഡ് അസീലിക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലേണ്ടത് പ്രധാനമായിട്ട് ഡയറ്റ് ഫുഡൊക്കെ കാര്യമായിട്ട് കിട്ടും. ഫുഡ് അസീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറ്റ് കോംബോ, ജിം കോംബോ എല്ലാം ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളിത് ഒരു 2-3 ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ മക്കൾ ഇപ്രാവശ്യം അൽഫാമാണ് ഓർഡർ ചെയ്തത്. കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു അൽഫാമിൽ ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അൽഫാം ഏതാണെന്ന് അറിയില്ല. അപ്പം അവർ അൽഫാമും എനിക്കൊരു ഷവർമയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഷവർമയും കിട്ടി, മക്കൾക്ക് അൽഫാമൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ. ഫുഡ് ഹൗസിൽ നല്ല അടിപൊളി ഫുഡ്, ജിം കോംബോ ഉണ്ട്, എല്ലാ തരം കോംബോയും അവിടെ അവൈലബിൾ ആണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ്റെ ഫുഡ് ഹൗസിയുടെ ചേട്ടൻ്റെ ഫോട്ടോ തന്നെയാണ്, ആ ചേട്ടൻ ഹോട്ടലിലും വെച്ചാണത്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ പഴയ അധികം മിഠായികളും ഇതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നല്ല ഫുഡുകൾ കാര്യമായിട്ട് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട് മുട്ട എല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.